ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു വ്ളോഗിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. കുറച്ചയക്കണം ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഇത് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ ഇതുവരെ ലേറ്റ് ആക്കിയത്. ഇതൊരു ബുക്ക് ആൽബത്തിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇത് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പെട്ടെന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. ഇത് കൊറിയർ ചെയ്യാനും പിന്നെ വേറെ 2-3 ആവശ്യത്തിനൊക്കെ വേണ്ടി പുറത്തു പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്യും കൂടി വേണം. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ എല്ലാതും കഴിഞ്ഞ് പോകാൻ നേരത്താണ് ഞാനത് പാക്ക് ചെയ്യണത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ 2K ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗീവ് അവേ വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചാനൽ 1K ആയ ടൈമിൽ ഞാനൊരു ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെയല്ല, ഇപ്രാവശ്യം കമൻറ്റ് നോക്കിയിട്ടാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിപ്പോൾ 2K ആവാറായിട്ടുണ്ട്. 2K ആയ ടൈമിലാണ് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന 2 പേരെയാവും ഗീവ് അവേ വിന്നറായി സെലക്ട് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നിന്നല്ല, ഇതിന് മുന്നായിട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. വിന്നറെ എന്തായാലും സെലക്ട് ചെയ്യുന്ന ടൈമിൽ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റായിട്ട് കാണുന്ന 2 പേരെയാവും സെലക്ട് ചെയ്യുക. പിന്നെ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുന്നത്തെ വീഡിയോസിലൊക്കെ മാക്സിമം കമൻറ്റ് ചെയ്യുക. അങ്ങനെ കൊറിയർ പാക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോവുകയാണ്. ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐസോനെയും കൂട്ടിയിട്ടാണ് പോയത്. ബസ്സിൽ ഫുള്ള് തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എത്തിയപാട് ഞങ്ങൾ ഫസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് വർക്കിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ബിസി ആയിരുന്നു. നേരെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓരോ ഷോപ്പിൽ കയറുമ്പോൾ തിരക്കായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഒന്നാമത് ഞാൻ ഐസോനെ കൊണ്ടാണ് പോയിരുന്നതെന്നും പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ അത് നൈറ്റാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. 2 ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ഒരാൾക്ക് തന്നെയാണ്. ഒരു A5ൻ്റെ ഫോട്ടോ ഫ്രെയിംസാണ്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. അന്ന് പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് മോർണിംഗ് ഉപ്പാൻ്റെ പെങ്ങളെ വീടിരിക്കലായിരുന്നു. രാവിലത്തെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ് ഒരു അർജൻറ്റായിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഉപ്പാൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസത്തെ വ്ളോഗായിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ വ്ളോഗ് എടുക്കില്ല. ഞാൻ അന്ന് ഫുള്ളായിട്ട് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചാലും ഞാൻ അന്ന് എന്തായാലും ഫുള്ളായിട്ട് എടുക്കില്ല. അപ്പോൾ ലെങ്ത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് 2-3 ദിവസത്തെ വീഡിയോസൊക്കെ ഒന്നായിട്ട് അപ്ലോഡ് ചെയ്യണത്. അങ്ങനെ ഫസ്റ്റ് ഒരു ഫാൻസി ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗിഫ്റ്റ് ബോക്സൊക്കെ ഇതുപോലത്തെ റോസ് ഗോൾഡിൽ വരുന്ന ചെയിന്, അതുപോലെ ബാങ്കിൾ, റിങ് അങ്ങനെയൊക്കെയാണ് കസ്റ്റമർ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ ഓരോന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഹവേഴ്സൊക്കെ ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്നുണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പിൽ റോസ് ഗോൾഡിലും സിൽവറിലൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതൊരു വാലന്റൈൻസ് ഡേക്കുള്ള ഒരു ഹാമ്പറാണ്. അങ്ങനെ കസ്റ്റമർ സെലക്ട് ചെയ്ത് 2-3 ഐറ്റംസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പെർഫ്യൂമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ഐറ്റംസ് അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഓരോന്ന്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടല്ലേ എടുക്കുക. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോന്ന് ലാസ്റ്റ് സെലക്ട് ചെയ്തു. പിന്നെ കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന ആ ടൈമിൽ ഞാൻ എനിക്ക് വേണ്ടി 2 ഐറ്റംസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഐസോന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പിന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ഫേസ് വാഷും സീറമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സിറം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഗിഫ്റ്റ് ബോക്സിലേക്ക് വേണ്ടിയിട്ട് സ്ക്രഞ്ചീസും ഹെയർ ക്രാബ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫാൻസി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ക്രാഫ്റ്റ് സ്റ്റോറിലേക്കാണ് പോയത്. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ് തപ്പിണ്ടായിരുന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേ തീം ആയതുകൊണ്ട് തന്നെ റെഡ് കളറിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. റെഡിലുള്ള എല്ലാ ബോക്സും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാ ഐറ്റംസും ഇതിൽ ഉൾക്കൊള്ളിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ബോക്സ് ആട്ടോ ആ സൈസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫൈനലായിട്ട് ഓക്കെ ആക്കിയത്. പിന്നെ അതിലേക്കുള്ള ചോക്ലേറ്റും നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈവനിങ് വീട്ടിൽ നിന്ന് പോകുന്നതായിരുന്നല്ലോ. അങ്ങനെ തിരിച്ചു വരുന്ന ടൈമിൽ പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായിട്ട് അവിടെ എക്സ്പോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിനെ പോകുമ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എക്സ്പോ. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പോരുമ്പോൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ചായക്കൊരു പഴംപൊരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ അന്ന് വേറെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല.
ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാണ്. ഇതിൽ ഫസ്റ്റത്തെ ഫ്രെയിം ഫോട്ടോസൊക്കെ വേറെ ആയിട്ടാണ് അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ഫാമിലി പോലെ കാർട്ടൂൺ പിക്ചറൊക്കെ ആക്കി സെറ്റ് ചെയ്തതാണ്. ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നൊക്കെ ഇതിന് മുന്നായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്രെയിം പിന്നെ കാര്യമായിട്ട് എഡിറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നില്ല, അത് പിന്നെ അങ്ങനെ ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തതാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് വീഡിയോസ് എടുക്കൽ. പെട്ടെന്നൊക്കെ കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കും. കുറേ ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റമർ ബഡ്ജറ്റിനനുസരിച്ചൊക്കെയാണ് ഈ ഒരു ബോക്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ കൊള്ളാവുന്നതിലപ്പുറം ഐറ്റംസ് ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വെക്കാമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ടൈം നോക്കിയിരുന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ആക്കിയത്. ഇതിങ്ങനത്തെ ഒരു ബോക്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നതും ഏതെങ്കിലും ഒരു ഐറ്റം മുകളിലായിട്ട് വെച്ചാൽ മതി എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയിന് മുകളിലായിട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ക്രഞ്ചീസും ക്രാബും ഒക്കെ താഴെ കാണാത്ത രീതിക്കായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി അവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങളതിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് എത്ര ഐറ്റംസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുമോ അത്രയും ഇൻക്ലൂഡ് ആക്കാം. പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടെ ആയിട്ട് ഓഫർ ലിസ്റ്റ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ ഞാനത് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ വീഡിയോസിലൊക്കെ കമൻറ്റ് ഇടാൻ മറക്കണ്ട. ഗീവ് അവേ എന്തായാലും വിന്നറിനെ സെലക്ട് ചെയ്യും. 2K ആയാൽ വിന്നറിനുള്ള ഗിഫ്റ്റ് എന്തായാലും നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം. അപ്പോൾ ഏതെങ്കിലും വീഡിയോസിലൊക്കെ ആയിട്ടാവും പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അറിയാവുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാം.